അടുക്കളയിലെ പണിയൊക്കെ ഒതുക്കി കഴിഞ്ഞ് റൂമിൽ വന്ന എക്സാം പേപ്പർ നോക്കുമ്പോഴാണ് ഹാളിൽ നിന്ന് അമ്മായിമ്മയുടെ വിളി വരുന്നത്. ഞാൻ പ്രിയ, ഇവിടെ അടുത്തുള്ള ഒരു കോളേജ് അധ്യാപികയാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസം ആവുന്നതേ ഉള്ളൂ. ഭർത്താവ് ആനന്ദ് ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. മാസാവസാനമായതുകൊണ്ടാണ് തോന്നുന്നു ആളിതുവരെ എത്തിയിട്ടില്ല. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ഒറ്റ മോളാണ്. പഠനം കഴിഞ്ഞ് ജോലി കിട്ടി 1 വർഷം ആകുമ്പോഴേക്കും അവരെൻ്റെ കല്യാണം നടത്തി. അവരായിട്ട് തന്നെ കണ്ടുപിടിച്ചെന്ന ആളാണ് ആനന്ദേട്ടൻ. ഇവിടെ വീട്ടിലെ ഏട്ടൻ്റെ അച്ഛനും അമ്മയും ഒരു അനിയത്തിയുമുണ്ട്. അനിയത്തി അമ്മു ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ നമുക്ക് ഹാളിൽ പോയി നോക്കാം എന്തിനാണ് ആ അമ്മ കിടന്ന് വിളിക്കുന്നത്. ഹാളിലെത്തിയപ്പോൾ അമ്മയും അച്ഛനും അമ്മുവും ഇരിക്കുന്നുണ്ട്. അവരെന്തോ കാര്യമായ ചർച്ചയിലാണ്. ഞാനൊരു കാര്യം പറയാൻ മറന്നു. അടുത്ത മാസം അമ്മുവിൻ്റെ കല്യാണമാണ്. കൊച്ചേ, നീ എന്തെടുക്കുമായിരുന്നു? അവിടെ എത്തിയത് അമ്മയുടെ വക ചോദ്യം. അതമ്മേ, കുറച്ച് എക്സാം പേപ്പർ നോക്കാനുണ്ടായിരുന്നു. ഏത് സമയം നോക്കിയാലും ആ റൂമിൽ കയറി കഥ കടച്ചിരുന്നു. ഞാനിപ്പോഴല്ലേ അമ്മ അങ്ങോട്ട് പോയത്. അതെന്തേലും ആവട്ടെ. ഞാൻ വേറെ കാര്യം ചോദിക്കാനാണ് നിന്നെ വിളിച്ച്. എന്താ കാര്യം? നിന്റെ സ്വർണ്ണൊക്കെ എവിടെയാണ് വെച്ചിരിക്കുന്നത്? അതെൻ്റെ വീടിനടുത്തുള്ള ഒരു ബാങ്ക് ലോക്കറിലുണ്ട്. എന്തിനാ അമ്മേ? അതൊക്കെ എടുത്തോ, അമ്മുവിൻ്റെ കല്യാണമല്ലേ വരുന്നത്. അതിന് എനിക്കെന്തിനാ സ്വർണം? ഇപ്പിടുന്ന മാറിയുടെ കൂടെ ഇടാൻ വേറെ എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. ബാക്കിയെല്ലാം എന്തിനാ എടുക്കുന്നത്? കേട്ടില്ല അമ്മ, കണിഞ്ഞൊരുക്കാനല്ല ഞാൻ സ്വർണം ചോദിച്ച്. എൻ്റെ കൊച്ചിന് കൊടുക്കാനാ. അവർ 200 പവനാ ചോദിച്ചിരിക്കുന്നത്. നിന്റെ കയ്യിലുള്ള കൂടെ കൂട്ടിയാലേ അത്രയേ ആവുള്ളൂ. അത് നടക്കില്ല അമ്മേ, ഞാൻ തറപ്പിച്ചേനെ അമ്മയോട് പറഞ്ഞു. തമ്പുരാട്ടിക്ക് സ്വർണം തരാൻ ബുദ്ധിമുട്ടായിരിക്കും. കിലോ കണക്കിന് കെട്ടിക്കിടക്കുന്നുണ്ടെന്നാ പെണ്ണിൻ്റെ വിചാരം. വെറും 35 പവൻ തന്നെയല്ലേ അമ്മേ? നിങ്ങൾ പറയുന്ന ഈ 35 പവൻ വെറുതെ കിട്ടിയൊന്നല്ല. എൻ്റെ അച്ഛൻ ഇത്രയും വർഷം ചോര നീരാക്കി പണിയെടുത്ത് ഉണ്ടാക്കിയതാ. വേറൊരു കമ്പനി ജീവനക്കാരനായ എൻ്റെ അച്ഛനെ ഇത്രയും പഠിപ്പിച്ച് ബാക്കിയുള്ളതിൽ നിന്ന് മിച്ചം വെച്ച് എനിക്ക് വേണ്ടി സമ്മാനിച്ച ആ സ്വർണം, അത് എത്രയാണെങ്കിലും എനിക്ക് വിലപ്പെട്ട് തന്നെയാണ്. പിന്നെ ഞാനത് എടുത്തു വെച്ചിരുന്ന് എനിക്ക് അണിഞ്ഞൊരുങ്ങി നടക്കാനല്ല. നാളെ മേലെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു ആവശ്യം വന്നാൽ അത് എടുത്തു കൊടുക്കാനാ. അത് അവർക്ക് മാത്രം അവകാശപ്പെട്ടതാ. 10-24 കൊല്ലം അച്ഛൻ്റെ തണലിൽ ജീവിച്ച ആളാണ് ഞാൻ. ഇനി അവർ സമ്പാദിച്ചു വെച്ചെടുത്ത് സ്വാർത്ഥ താല്പര്യങ്ങളിൽ ചെലവാക്കാൻ മാത്രം അഭിമാനം ഇല്ലാത്തവളല്ല ഞാൻ. നിങ്ങൾ സിനിമയിലും സീരിയലൊക്കെ കണ്ടു കാണും. കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ വീട്ടുകാരെന്ന സ്വർണം ഭർത്താവിനെ അയാളുടെ വീട്ടുകാരെ ഏൽപ്പിച്ച് ഉത്തമയാവാൻ ശ്രമിക്കുന്ന ഭാര്യമാരെ എന്നെ അതിന് കിട്ടില്ല. പിന്നെ അമ്മുവിൻ്റെ കല്യാണം. ഈ ഡിഗ്രി പോലും കഴിയാത്ത കൊച്ചിനെ ഏതോ ബിസിനസ്സുകാരന്മാരുടെ ആലോചന വന്നപ്പോൾ എടുത്താ പൊങ്ങാത്ത വലിയ സ്ത്രീധനത്തിന് കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞാൽ വേണ്ടായിരുന്നു. അപ്പം നിങ്ങൾ പറഞ്ഞു എനിക്ക് അസൂയാണെന്ന്. എന്നിട്ടിപ്പോൾ എന്തായി? അവൾക്ക് സ്ത്രീധനം കൊടുക്കാൻ ഞാൻ തന്നെ വേണമെന്ന് എന്ന് പറയാൻ കൊടുക്കില്ലെന്നല്ല പറഞ്ഞു വരുന്നത്. അവൾ എൻ്റെയും കൂടി അനിയത്തിയാണ്. 1.5 വർഷമായി ഞാൻ സമ്പാദിച്ചു വെച്ചില്ലെന്ന് എന്നെ കൊണ്ടാവുന്നത്ര ഞാൻ ചെയ്യാം. പിന്നെ അവിടെ ഏട്ടനും സമ്പാദിക്കുന്നുണ്ടല്ലോ. പുള്ളിയുടെ ഇത്രയും കാലമുള്ള സേവിങ്സ് മുഴുവൻ എടുത്ത് തന്നാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം സ്വന്തം അനിയത്തിയുടെ കല്യാണം നടത്തിയുള്ള ഒരു ഏട്ടൻ്റെ കടമയാണ്. പക്ഷെ എൻ്റെ വീട്ടുകാർ തന്നതിൽ നിന്ന് ഒരു തരി പൊന്നു പോലെ ഞാൻ തരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. പറഞ്ഞു കഴിഞ്ഞ് തിരിഞ്ഞതും കാണുന്നു വീടിൻ്റെ വാതിൽക്ക് വന്നിരിക്കുന്ന ആനന്ദേട്ടനെയാണ്. കണ്ടോടാ നിന്റെ ഭാര്യയുടെ ധിക്കാരം. നിന്നോട് അന്നേ പറഞ്ഞല്ലേ ഇത്രയും വിദ്യാഭ്യാസം ജോലിയുള്ള പെണ്ണും നമ്മുടെ കുടുംബത്തിന് വേണ്ടെന്ന്. അപ്പൊ പെണ്ണിനെ തൊലിവെളുപ്പും ജോലിയും കണ്ടപ്പോൾ ചക്കര അങ്ങോട്ട് കമിഴ്ന്ന് വീണു. ഏട്ടന് വീടിൻ്റെ അകത്തേക്ക് പോലും കയറാൻ സമ്മതിക്കാതെ അമ്മ അങ്ങോട്ട് പോയി ഓടിപ്പോയി കരഞ്ഞ് പറഞ്ഞു. ഇതെല്ലാം കേട്ടിട്ടും ഒന്നും പറയാതെ ഏട്ടൻ നിന്നു. അമ്മേ, ഞാൻ പറഞ്ഞ ധിക്കാരായിട്ടോ അഹങ്കാരമായിട്ടോ ഒക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷെ എൻ്റെ അച്ഛൻ്റെ കഷ്ടപ്പാട് കണ്ട് വളർന്ന് എനിക്ക് ഇത് തന്നെയാണ് ശരി. പിന്നെ അമ്മു, എനിക്ക് നിന്നോട് അത് തന്നെയാണ് പറയാനുള്ളത്. നാളെ ഒരു കുടുംബത്തിൽ ചെന്ന് കയറിയാലും നീ ഇവിടുത്തെ കുട്ടി തന്നെയാണ്. ജീവിതത്തിൽ എന്ത് തീരുമാനം എടുക്കുന്നതിന് മുമ്പും ഇവിടുത്തെ അച്ഛൻ്റെ അമ്മയുടെയും കഷ്ടപ്പാട് നീ ആലോചിക്കണം. എന്നിട്ട് മാത്രമേ തീരുമാനം എടുക്കാൻ പാടുള്ളൂ. അത് പറഞ്ഞു തരുമ്പോൾ അമ്മുവിൻ്റെ മുഖത്ത് വിടുന്ന ഭാവം പുച്ഛമാണോ ദേഷ്യമാണോ എന്ന് വേർതിരിച്ചറിയാൻ കഴിഞ്ഞില്ല. നിർത്തടി, നീ നിന്റെ തത്വങ്ങൾ പറഞ്ഞ മോള് ജീവിതം കൊളാക്കരുത്. വീണ്ടും അമ്മ ചാടിക്കൊണ്ട് പറഞ്ഞു. അമ്മ പ്രിയ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഇത്രയും നേരം ഉണ്ടായിരുന്ന ആനന്ദ് പ്രതികരിച്ചു. നീയും അപ്പൊ ഭാര്യയുടെ പക്ഷത്ത് ചേർന്നോ? ഇതിലൊരു പക്ഷവുമില്ല അമ്മേ. ഭാര്യയുടെ അച്ഛൻ തന്ന സ്വർണ്ണം മേടിച്ച അനിയത്തിയുടെ കല്യാണം നടത്താൻ മാത്രം നട്ടില്ലാത്തവരെന്നല്ല ഞാൻ. എൻ്റെ അനിയത്തെ നല്ല രീതിയിൽ കെട്ടിച്ചോടാൻ എനിക്കറിയാം. അതിലിനി ആരും ടെൻഷൻ അടിക്കണ്ട. ഇനി ഇതിൻ്റെ പേരിൽ പ്രശ്നവും വേണ്ട. നീ വാ എന്ന് പറഞ്ഞ് എൻ്റെ കയ്യും പിടിച്ച് ഏട്ടൻ അകത്തേക്ക് പോയി. ഏട്ടാ, ഐ ആം സോറി. അവിടെ അമ്മേൻ്റെ സ്വർണ്ണങ്ങൾ ചോദിച്ചപ്പോൾ ജോലിക്ക് പോയി കഷ്ടപ്പെട്ട് തളർന്നുവെന്ന് എൻ്റെ അച്ഛൻ്റെ മുഖം എനിക്ക് ഓർമ്മ വന്ന്. അതിൽ നിന്ന് കുറച്ച് മാറ്റിവെച്ച് കൂടുതൽ പൈസയാകുമ്പോൾ അത് വെച്ച് ഓരോ പൊട്ടും പൊടിയും സ്വർണ്ണം എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് വാങ്ങുന്നില്ല ഓർമ്മ വന്നു. ആദ്യമൊക്കെ അത് കാണുമ്പോൾ ദേഷ്യം വരുമായിരുന്നു. പിന്നെ ഓർത്തു അവർക്ക് വയസ്സാകുമ്പോൾ പൈസ ആവശ്യം വരുമ്പോൾ ഇത് വിൽക്കുകയോ പണം വയ്ക്കുകയോ ചെയ്യാലോ. സ്വർണ്ണം ഇന്നൊരു അസറ്റാണല്ലോ. അതിൻ്റെ ഇടയിൽ അമ്മ ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്കെന്തോ ദേഷ്യം വന്നു. അതുകൊണ്ട് അറിയാതെ പറഞ്ഞു പോയതാ. താൻ പറഞ്ഞൊക്കെ ശരിയാടോ. എൻ്റെ വീട്ടുകാർ തന്നോട് ആവശ്യപ്പെട്ടാണ് തെറ്റ്. പഴയ ആൾക്കാരില്ലേ, അത് കാര്യമാക്കണ്ട. ഇത് വെച്ചോളൂ. ഞാൻ എൻ്റെ പേഴ്സിൽ നിന്ന് ATM കാർഡ് എടുത്ത് ഏട്ടന് നേരെ നീട്ടി. എന്താ ഇത്? കല്യാണമൊക്കെ അല്ലേ, 100 ചിലവുകൾ കാണും. ഇതിൽ ഞാൻ കൂട്ടി വെച്ച കുറച്ച് എമൗണ്ട് കാണും. മടിക്കാതെ അതിൽ നിന്നെടുത്ത് ചിലവായിക്കോളൂ. ഉത്തരവ് ഭാര്യയെ. എന്നാൽ ഏട്ടൻ പോയിട്ട് വേഗം കുളിച്ചിട്ട് വരും. ഞാൻ കഴിയാൻ ഫുഡ് എടുത്ത് വെക്കാം. റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയ പ്രിയെ ആനന്ദ് നോക്കിക്കാണുകയായിരുന്നു. ഇത്രയും നേരം നല്ല മകളെന്ന് തെളിയിച്ച അവൾ ഈ നിമിഷം തന്നെ നല്ല ഭാര്യയാണെന്ന് കൂടെ തെളിയിച്ച് കഴിഞ്ഞിരുന്നു.
പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സ്ത്രീധനത്തിനു വേണ്ടി ആൺമക്കളെ കെട്ടിക്കുമ്പോൾ ആ പൊന്നിലും പണത്തിലും ഒരു അച്ഛൻ്റെ ആജീവനാന്ത കഷ്ടപ്പാടും ഒരമ്മയുടെ കരുതലുമുണ്ടെന്ന് ഓർക്കുക.